നമസ്കാര കൃത്യമായി നിർവഹിച്ചാൽ അവന്റെ പ്രവർത്തനത്തിൽ നിന്ന് നിസ്കാരം അവനെ തടഞ്ഞോളും. മോനെ, സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യന് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നെങ്കിൽ അവന്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറാൻ അവന് സാധിക്കുന്നത് നിസ്കാരം കൊണ്ടാ. 5 നേരം അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ഒരാള് ഒരു പാപത്തിലേക്ക് പോകില്ല. പ്രിയപ്പെട്ടവരെ, തടഞ്ഞു നിർത്താൻ നിസ്കാരത്തിന് പവറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ നമ്മുടെ നമസ്കാരങ്ങളാ ക്വാളിറ്റിയിലെത്താത്തത്? അത് നമ്മുടെ നിസ്കാരമായിട്ടില്ല. വെറുതെ തല കൊണ്ടുവന്ന് നിലത്ത് വെക്കുന്നതിന്റെ പേരല്ല നിസ്കാരം എന്ന് പറയുന്നത്. ആദരവായ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം എവിടെയാണെന്നറിയോ? ഒരു വെള്ളമുണ്ട് തോളപ്പ് ധരിച്ചുകൊണ്ട് തല തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തികൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിന്റെ 4 ഭാഗത്ത് തവാഫ് ചെയ്യുന്ന സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് സഫാ മർവയുടെ ഇടയിലും നടന്നുകൊണ്ട് സഈ ചെയ്യുന്ന ആ സഈ അടക്കമുള്ള തവാഫ് അടക്കമുള്ള ഉംറ ചെയ്യുമ്പോ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ അറഫയിൽ ചെന്ന് നിന്നുകൊണ്ട് ആ വെയിലേറ്റുകൊണ്ട് അറഫയിൽ നിൽക്കുമ്പോൾ, മിനയിൽ വന്നിട്ട് രാവാറുക്കുമ്പോ, മുസ്തലിഫയിൽ വന്ന് രാവാറുക്കുമ്പോൾ, പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോ ആ മനുഷ്യൻ നാട് വിട്ടു വീട് വിട്ടെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ 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 എന്ന് പറഞ്ഞു പോകുമ്പോ എല്ലാം ഒഴിവാക്കിയിട്ട് പടച്ചവനെ മാത്രം ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോ, ആ ഹജ്ജിന്റെ ഉംറയുടെ യാത്രയിലല്ല ഒരാൾ പടച്ചവനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊണ്ട പൊട്ടിക്കീറിയിട്ട് ഒരു തുള്ളി വെള്ളമിറക്കാതെ വായിലേക്ക് വരുന്ന തുപ്പുനീര് പോലും തുപ്പിക്കളഞ്ഞിട്ട്, പ്രിയപ്പെട്ടവരെ, ഒരു തുള്ളി ഭക്ഷണം കഴിക്കാതെ, ഒരു തുള്ളി ജലപാനം നടത്താതെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊണ്ട പൊട്ടിക്കീറി ചുണ്ട് വനണ്ടുണങ്ങിയിട്ട് അല്ലാഹുവിന് വേണ്ടി നിരാഹാരം കിടക്കുന്ന നോമ്പുണ്ടല്ലോ, ആ നോമ്പിന്റെ സമയത്തല്ല അല്ലാഹുമാകട്ടെ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അല്ലാഹു നിനക്ക് തന്ന സമ്പത്തിൽ നിന്ന് കാൽക്കുലേഷൻ നടത്തിയിട്ട് 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി നീ സക്കാത്ത് കൊടുക്കുമ്പോഴല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴെന്നറിയോ? അവിടുന്ന് ഹബീബായ റസൂലിന്റെ നാവിലൂടെ തന്നെ പറഞ്ഞല്ലോ, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോഴാണ് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ് ഏകനായ അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കുനിച്ചിട്ട് അല്ലാഹുവേ നീയാണ് അത്യുന്നതനെന്ന് വിളിച്ചു പറയുന്ന ആ നമസ്കാരം, സുജൂദുണ്ടല്ലോ, ആ സുജൂദിലാണ് അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അത് നിർവഹിക്കുന്ന കാതലായ നിസ്കാരം കൃത്യമായതിന്റെ ഹക്കനുസരിച്ച് പൂർത്തീകരിച്ച പിന്നെ കച്ചവടത്തിൽ കള്ളപ്പറം കാണിക്കൂല. ശുഐബ് നബിയുടെ ജനതയെ നമുക്കറിയുമല്ലോ. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത കച്ചവടത്തിൽ കള്ളപ്പറം കാണിക്കുന്നവരാ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരാ. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവര് നാണയത്തുട്ടുകളുമായിട്ട് കച്ചവട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സാധനങ്ങളിൽ കുറവ് വരുത്തിയിട്ട് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? ഇലാ മദിയന അഖാഹും ശുഐബാ. ശുഐബ് നബിയെ മദിയനിലേക്ക് അല്ലാഹു നിയോഗിക്കുകയാ. ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനല്ലാതെ ഇലാഹില്ല. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ. നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തല്ലേ എന്ന് മഹാനായ ശുഐബ് നബി പറയുകയാ. ആ സമയത്ത് അവർ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഈ ആയത്ത് മനസ്സിലാക്കണം. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ആ സമയത്ത് ശുഐബ് നബിയോട് ജനത പറഞ്ഞ വാക്കെന്തെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹൂദിൽ അല്ലാഹു പറയുന്നുണ്ട്, ആ ഒരൊറ്റ ആയത്ത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി, നമ്മുടെ നമസ്കാരം കൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് ചിന്തിക്കാം. ശുഐബ് നബിയോട് ചോദിക്കുന്നു, ഖാലൂ യാ
شعيب وصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء. ഓ ശുഐബേ, നീ പറയുന്ന നിസ്കാരം, നീ ഞങ്ങളോട് പറഞ്ഞ നിസ്കാരം, ഞങ്ങൾ ഇതുവരെ ആരാധിച്ചു പോന്ന ആരാധനാമൂർത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ കൽപ്പിക്കുകയാണോ? ഇന്ന് വരെ ഞങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാണ് സമ്പാദിച്ചത്, അതെല്ലാം ഒഴിവാക്കണമെന്നാണോ നിന്റെ നിസ്കാരം ഞങ്ങളോട് കൽപ്പിക്കുന്നത്? നോക്കണേ, ശുഐബ് നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോ ആ ജനതയുടെ മറിച്ചുള്ള ചോദ്യം എന്തെന്നറിയോ? നിന്റെ നിസ്കാരമാണോ ഞങ്ങളെ ഇതിൽ നിന്ന് തടയുന്നത്? നിന്റെ നിസ്കാരമാണോ ഞങ്ങളെ ഇതിൽ നിന്ന് തടയുന്നത്? ഞങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയിട്ടാണ് ഇതുവരെ ജീവിച്ചത്. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. കറക്റ്റ് 5 നേരം പള്ളിയിലെ നിസ്കാരം കൃത്യമാണ്, ആ നമസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തും. ഖുർആൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോ കൃത്യമായിരിക്കും, അങ്ങോട്ട് കൊടുക്കുമ്പോ കുറവ് വരുത്തും. ഇങ്ങനെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ മുമ്പിൽ നട്ടെല്ല് നിവർത്തിയിട്ട് ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കണം. ആ സമയത്ത് തിരിച്ചു ചോദിച്ച ചോദ്യം, നിന്റെ നിസ്കാരമാണോ ഇതിനെ തടയുന്നത് എന്നാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 5 നേരം സംഭ്രമം പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരാൾ, അല്ലെങ്കിൽ പോട്ടെ സാന്ദർഭികമായിട്ട് കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ബാങ്ക് കേൾക്കുമ്പോ വീട്ടിൽ നിസ്കരിക്കുന്ന ഒരാള് കച്ചവടത്തിൽ കാപട്യം കാണിക്കാതെ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്താതെ കൃത്യമായി അളന്നു കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിരിക്കും. എന്നാ ഈ കച്ചവടക്കാർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരാണ്, ഒപ്പം നിസ്കാരമുള്ളവരാണെങ്കിൽ എന്താ സംഭവിച്ചത്? അവന്റെ നിസ്കാരമായിട്ടില്ല, അവന്റെ നമസ്കാരമായിട്ടില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം അതിന്റെ ഹക്കനുസരിച്ച് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും അവന് ചെയ്യാൻ കഴിയില്ല. അളവിലും തൂക്കത്തിലും കുറവ് വരുത്താനോ, അതല്ലെങ്കിൽ കള്ളു കുടിക്കാനോ, അല്ലെങ്കിൽ പരദൂഷണം പറയാനോ ഒന്നും കഴിയില്ല. കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇത് നിസ്കരിച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കുക, ഇവരുടെ നിസ്കാരം ആയിട്ടില്ല. ചായല് വീണു പോവരുത്, ഇങ്ങോട്ടുകൂടെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിസ്കാരമായി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന യാതൊരുവിധ തിന്മകളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ നിസ്കാരം അതിനെ ബ്രേക്ക് ചെയ്യും, നമ്മൾ അറിയാതെ നിസ്കാരം ബ്രേക്ക് ചെയ്യും. അള്ളാഹു ആ തരത്തിലുള്ള നിസ്കാരമാക്കി നിസ്കാരത്തെ അള്ളാഹു മാറ്റി തരട്ടെ. അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ അങ്ങനെ ആക്കി തരട്ടെ. ഏറ്റവും നല്ല ഉദാത്തമായ നിലയിലുള്ള നിസ്കാരമാക്കി അള്ളാഹു നമസ്കാരത്തെ നമുക്ക് മാറ്റി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, ചെറിയ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, നബി തങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നല്ലോ, അയാൾ പറഞ്ഞെന്താണ്? രാത്രി നിസ്കാരവും പകല് മോഷണമുള്ള ആളാണ്, അയാളെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? നബി തങ്ങൾ പറഞ്ഞു, അയാൾ കൃത്യമായി നിസ്കരിക്കുമെങ്കിൽ ആ പ്രവർത്തനത്തിൽ നിന്ന് അയാൾക്ക് മാറാൻ കഴിയും. കാരണം നിസ്കാരം ബ്രേക്ക് ചെയ്യും. ഇനി അബദ്ധവശാൽ ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഉണ്ടല്ലോ, നമ്മുടെ നമസ്കാരം കൊണ്ട് അള്ളാഹു ആ തെറ്റങ്ങ് മാപ്പാക്കും. എന്തെങ്കിലും ഒരു വീഴ്ച നമുക്ക് സംഭവിച്ചു പോയാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നമസ്കരിക്കുന്ന നമസ്കാരം കൊണ്ട് ആ പാപത്തെ അല്ലാഹു കഴുകിക്കളയുമെന്നാണ് അബുൽ യസ്ർ എന്ന പേരുള്ള ഒരു സഹാബിയുണ്ട്. അബുൽ യസ്ർ എന്ന പേരുള്ള സഹാബി, അദ്ദേഹം ഒരു ദിവസം ഒരു ഈത്തപ്പഴ കച്ചവടക്കാരനാണ്. കടയിൽ നല്ല ഈത്തപ്പഴമുണ്ട്. ഒരു സാധുവായ സുന്ദരിയായ ഒരു പെൺകുട്ടി ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി വരികയാണ്. അബുൽ യസ്റിന്റെ അടുക്കലേക്ക് വന്നു, ഈത്തപ്പഴം ചോദിച്ചു. ആ സമയത്ത് അവളുടെ സൗന്ദര്യത്തിൽ ആകർഷനായി പോയ അബുൽ യസ്ർ റഹിമഹുല്ലാഹ് മഹാനവറുകൾക്ക് വല്ലാത്തൊരു മോഹം വന്നു, ആ പെണ്ണിനെ ഒന്ന് തൊട്ടു നോക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, പിശാച് കടന്നുകൂടുകയാണ്. അബുൽ യസ്ർ എന്നവര് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ വീട്ടിൽ നല്ല മുന്തിയ തരയിലുള്ളതായ ഈത്തപ്പഴം ഇരിപ്പുണ്ട്, വരുമോ? ആ ഈത്തപ്പഴം നിനക്കെടുത്ത് തരാമെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ വളരെ തന്ത്രപരമായി വീട്ടിലേക്ക് കൊണ്ടുവരികയാ. എന്നിട്ട് അവളെ ഏതോ നിലയിൽ ഒന്ന് ചുംബിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഒരു നിമിഷമാ ശൈത്താനെ കടന്നു വന്നു. അടുത്ത നിമിഷം മനസ്സിന്റെ ഉള്ളറകളിൽ പശ്ചാത്താപത്തിന്റെ മുട്ടിടുകയാ.
പശ്ചാത്താപത്തിലേക്ക് മഹാനവറുകളുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാ. ആ സമയത്ത് മനസ്സിനകത്ത് വല്ലാത്ത വെപ്രാളമായി, ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരികയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഉമർ തങ്ങളെ, ഒരു തെറ്റെനിക്ക് സംഭവിച്ചു പോയി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഇത്തഖില്ല, നീ അല്ലാഹനെ സൂക്ഷിക്കണം. വസ്തുർ അലാ നഫ്സിക വലാ തുഖ്ബിറന്ന അഹദാ. ഒരാളോടും ഇത് പറയാൻ നിൽക്കണ്ട, നീ മറച്ചു വെച്ചേക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ട്, അബുൽ യസ്റേ, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് ഉമർ തങ്ങൾ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഉമർ തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവുകയാ. എന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് ചൊല്ലുകയാ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സിദ്ദീഖ് തങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന പെണ്ണിനെ ചുംബിച്ചു പോയി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, സിദ്ദീഖ് തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? അല്ലയോ അബുൽ യസ്റേ, ഇത്തഖില്ല, നീ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുക. നീ മറച്ചു വെക്കുക. വലാ നഫ്സിക, നീ ഒരാളോടും അത് പറയാ പാടില്ല. വലാ തുഖ്ബിറന്ന അഹദൻ, നീ ആരോടും ഇതിനെപ്പറ്റി മിണ്ടാൻ പാടില്ല. എന്നിട്ട് വീട്ടിലേക്ക് ചെന്ന് സമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്റെ മനസ്സിനകത്തുള്ള വെപ്രാളം ഇതാണ്. ആ മനുഷ്യനതാ വീണ്ടും ചാടിയെണീക്കുകയാ. എന്താണ് ഇതിനൊരു പരിഹാരം? ഉമർ തങ്ങൾ പറഞ്ഞതും അബൂബക്കർ തങ്ങളും പറഞ്ഞതും ഒരുപോലെ തന്നെയാണ്. പക്ഷെ എന്റെ മനസ്സനുവദിക്കുന്നില്ല ഉറങ്ങാ. എനിക്ക് ഉറക്കം വരാത്ത രാത്രികളാ. അങ്ങനെ ആ മനുഷ്യന് പെട്ടെന്ന് പോയി എങ്ങോട്ടെന്നറിയോ? ഇലാ ഹളറത്തി റസൂലില്ലാ, കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചെല്ലുകയാ. അവിടെ ചെന്നിട്ട് ഈ വിവരം റസൂലുള്ളാഹിയോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? യുദ്ധത്തിന് പോയിരിക്കുന്ന ഒരു സഹാബിയുടെ ഭാര്യയാണത്. യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുന്ന ഒരു സഹാബിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് പൊന്നുമോനെ, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ പോയ ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഭാര്യയാണോ നീ അങ്ങനെ ചെയ്തത്? ആ സമയത്തതാ മനസ്സിനകത്ത് വേദനയായി. അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സപ്തലോകങ്ങൾക്ക് മുകളിൽ നിന്നിറങ്ങി വരികയാ. ഏഴാകാശത്തിന്റെ മുകളിൽ നിന്നതാ ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വരികയാ. എന്നിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതി കൊടുക്കുകയാ. ഏതാണ് ആയത്തെന്നറിയോ? സൂറത്തുൽ ഹൂദിലെ ആയത്താണ്. 144-ാമത്തെ ആയത്തല്ല ഇറക്കുകയാ. വഖിമിസ്സലാത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്. ഒരു തെറ്റ് നിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയാൽ ആ തെറ്റിനെ മാപ്പാക്കാൻ, ആ തെറ്റിനെ കഴുകിക്കളയാ അല്ലാഹു നമസ്കാരത്തെ ഇറക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം എവിടെയാണ്? ഒരു തിന്മ ചെയ്തു പോയാൽ ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നമസ്കരിക്കുമോ? ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട അബുൽ യസ്ർ എന്ന സഹാബിയോട് വിവരം പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകൻ ആ സഹാബിയോട് ഈ വിവരം അറിയിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ അടുത്ത് നിൽക്കുന്ന സഹാബാക്കൾക്ക് ഒരു സംശയം വന്നു. എന്തെന്നറിയോ? അവര് ചോദിച്ചു, നബിയേ, ലഹു ഖാസത്തുൻ ലിന്നാസി ആമാ, നബിയേ, ഇത് ഇയാൾക്ക് മാത്രം ബാധകമാണോ? അതേ ലോകത്തുള്ള എല്ലാവർക്കും അത് ബാധകമാണോ? ഒരു തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിസ്കാരമാണെന്ന് പറയുമ്പോ അത് ഇയാൾക്ക് മാത്രമാണോ? അത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ബാധകമാണോ എന്ന് ചോദിക്കുമ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ മാണിക്യം അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഖാല ലിന്നാസി ആമാ, സംഭ്രമത്തുള്ള നിങ്ങൾക്കും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, പ്രിയപ്പെട്ടവരെ, കടക്കലുള്ള ആർക്കെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, അതല്ലെങ്കിൽ ലോകത്തിന്റെ മശ്രിഖ് മഗ്രിബിനിടയിലുള്ള ഏതൊരു വ്യക്തിക്ക് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു വെച്ച ഒരു ഇബാദത്ത്, അഖിമിസ്സലാ തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്.
സ്വലാത്ത്. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ സംഭവിച്ചു പോയെന്നിരിക്കട്ടെ, ഒരുപക്ഷേ അറിയാതെ നമ്മളെ തെറ്റുകൾ ചെയ്തു പോയാൽ നമസ്കാരം അധികരിപ്പിക്കുക. ആ നമസ്കാരം കൊണ്ട് നമ്മുടെ പാപങ്ങളെ അല്ലാഹു കഴുകിക്കളയുമെന്നാണ്. അതല്ല, ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിസ്കാരത്തിനും കഴിയുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ കുനിഞ്ഞു നിവരുന്ന, നമ്മൾ നമ്രശിരസ്കരാവുന്ന, ഓച്ചാനിച്ച് നിൽക്കുന്ന നിസ്കാരമുണ്ടല്ലോ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില്ലറ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വലിയ പരിഹാര മാർഗം നിസ്കാരമാണ്. ഒപ്പം അറിയാതെ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ തെറ്റുകളെ കഴുകിക്കളയാൻ ഏറ്റവും നല്ല ഇബാദത്ത് നമസ്കാരമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഞാനിത് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും തിന്മകൾ സംഭവിച്ചു പോകാതിരിക്കാനുമുള്ള സൂചനയാണ് എങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ തരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാവും, ഇല്ലേ? മാനസിക വിഷമമില്ലാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. പ്രയാസമില്ലാത്ത ആരാ ലോകത്തുള്ളത്? പണ്ട് ഒരു ഏറ്റവും നല്ല ഒരു സൈക്കോളജി, ഏറ്റവും നല്ല ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ കടന്നു വരികയാണ്. അയാൾക്ക് മാനസികമായി വല്ലാത്ത സങ്കടം. ഈ സങ്കടം മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചിട്ട് അയാളുടെ മനസ്സ് വേദനിച്ച് ഒരു നിമിഷം പോലും മനസ്സിന് സുഖമില്ലാതെ ഭ്രാന്തനായി പോകുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു സൈക്കോളജി, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്, സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് അയാൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്ന് തന്റെ വിഷമങ്ങൾ അങ്ങോട്ട് വിവരിച്ചു കൊടുക്കാൻ. ആ സമയത്ത് ഡോക്ടർ ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കാര്യം എനിക്ക് പിടികിട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ട്രീറ്റ്മെന്റ് നടത്താൻ പോവാൻ. എന്താണ്? ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടുപിറകിൽ ഒരു തിയേറ്റർ ഉണ്ട്, അവിടെ ഒരു സിനിമ ഓടുന്നുണ്ട്, ചാർലി ചാപ്ലിന്റെ സിനിമയാണ്. ആ സിനിമ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ചാർലി ചാപ്ലിന്റെ സിനിമ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അതിൽ ചിരിക്കാൻ ഒത്തിരി ഉണ്ട്. അത് ചിരി വരുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. കുറെ ചിരിക്കുമ്പോൾ, തമാശകൾ കാണുമ്പോഴൊക്കെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുകൊണ്ട് നിങ്ങളൊന്ന് സിനിമ കണ്ടിട്ട് വാ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ മെഡിസിൻ തരാമെന്ന് പറഞ്ഞു. ഈ രോഗിയായി വന്ന, മാനസിക വിഭ്രാന്തിയോടെ വന്ന ആള് പറഞ്ഞു, ഇല്ല, എനിക്കങ്ങനെ അസുഖം മാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അല്ല, ഇവിടെ വരുന്ന പല രോഗികളെയും ഞാൻ അങ്ങോട്ടാണ് വിടാറുള്ളത്. ഒരൊറ്റ സിനിമ കണ്ട് തിരിച്ചു വരുമ്പോൾ അവര് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ. ആ സമയത്ത് ആ വന്ന രോഗി ഡോക്ടറോട് പറഞ്ഞു, എന്തായിരുന്നാലും ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടിട്ട് എനിക്ക് ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ സാഗൂതം ഇയാള് പറയുന്നത് കേട്ടോണ്ടിരുന്നിട്ട് അവസാനം ഉത്തരം മുട്ടിയപ്പോൾ ഡോക്ടർ ചോദിച്ചു, അതെന്താ നിങ്ങൾക്ക് ഇത്രയും ഉറപ്പുള്ളത്? ആ സമയത്ത് മാനസിക രോഗമെന്ന് പറഞ്ഞു വന്ന ആ രോഗി ഡോക്ടറോട് പറഞ്ഞത്, ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടിട്ട് എന്റെ മാനസികമായ വിഷാദം മാറാത്തതും എനിക്ക് ചിരിക്കാൻ കഴിയാത്തതും വേറൊന്നും കൊണ്ടല്ല, ആ പറയപ്പെടുന്ന ചാർലി ചാപ്ലിൻ അത് ഞാനാ. ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ആള് ഞാനാണ്. എനിക്കാണ് അസുഖം. എന്റെ മനസ്സ് സങ്കടം മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നത്. നമ്മൾ ഈ അടുത്ത സമയത്ത് TV പിന്നെ ചാനലുകളിലൊക്കെ ചിരിപ്പിക്കുന്ന ഒരു കൊല്ലത്തുകാരനായ ഒരു സുധി എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു. കൊല്ലം സുധി. അയാൾ എല്ലാരെയും ചിരിപ്പിക്കുന്ന ആളായിരുന്നു അത്രേ. ആ ചിരിപ്പിക്കുന്നതോടൊപ്പം തന്നെ കൊല്ലം സുധി നമ്മുടെ മുന്നിൽ വന്ന് ആളുകളെ, ശ്രോതാക്കളെ ചിരിപ്പിക്കുമ്പോഴും അയാളുടെ ഉള്ളു വിങ്ങുവായിരുന്നു. അയാളുടെ കൽബ് പിടക്കിയായിരുന്നു. കേറി കിടക്കാടമില്ല.
തന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കിടക്കാനൊന്നും ഒരു തലചാക്കാനിടമില്ലാത്തതിന്റെ വേദന മറ്റ് കുടുംബപരമായി അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോധിപ്പിക്കുക എങ്ങനെയാണ്? പെങ്ങളെ, 1000 വട്ടം ഞാൻ പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശ രാജ്യത്ത് സങ്കടത്തിലാണോ? പൊന്നുമക്കള് ഏതെങ്കിലും നിലയിൽ വിദ്യാഭ്യാസത്തിൽ പിന്നിലാണോ? നിന്റെ വീട്ടിൽ ആവശ്യത്തിൽ ഏതെങ്കിലും നിലയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ? അതിനുള്ള പരിഹാരം എന്തെന്നറിയോ? എല്ലാവരും കിടന്നുറങ്ങുമ്പോ പാതിരാത്രിയുടെ നിശബ്ദതയില് നീ ഒളുവ് ചെയ്യുക, എന്നിട്ട് മുസല്ല വിരിക്കുക, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക, എന്നിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാ പടച്ചവരെ, എല്ലാവരും ഉറക്കത്തിലാ, എല്ലാവരും ഉറക്കത്തിലാ, ഈ നാട്ടുകാർ മുഴുവനും ഉറക്കത്തിലാ, ഈ വീട്ടിലുള്ളവരെല്ലാവരും ഉറക്കത്തിലാ. ഇപ്പോൾ ഈ രാത്രി ഉണർന്നിരിക്കുന്ന രണ്ടു പേരേ ഉള്ളൂ. ഒന്ന് നമസ്കാരപ്പായയിൽ ഒളുവ് ചെയ്തുകൊണ്ട് നിസ്കാര കുപ്പായം ധരിച്ച് ഞാനാണ്. മറ്റൊന്ന് ഉറക്കമില്ലാത്ത സുബ്ഹാനമല്ലായനാമു വലാ യസ്ഹൂ, ഉറക്കവും മറതിയുമില്ലാത്ത പടച്ചവനെ നീയും മാത്രമാ. അതുകൊണ്ട് എന്റെ സങ്കടമൊന്ന് കാണണേ എന്ന് പറഞ്ഞ അല്ലാഹ് പറയുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിസ്കാരം കൊണ്ട് അല്ലാഹു തന്ന പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കൽ കൊണ്ടും റബ്ബിന്റെ സഹായം തേടുക. സബർ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് എന്നിട്ട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഒരു സാമ്പത്തിക കടം വരുമ്പോൾ, ഒരു മാനസിക വ്യഥ വരുമ്പോൾ, ഒരു ശാരീരികമായ രോഗം വരുമ്പോ എന്തുകൊണ്ടാ നിനക്ക് രാത്രി എഴുന്നേറ്റ് സങ്കടങ്ങൾ അല്ലാഹുവോട് പറയാൻ കഴിയാത്തത്? അതിനും അല്ലാഹു കാരണം പറഞ്ഞു, വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഭയഭക്തർക്കല്ലാതെ ഇത് പ്രയാസം തന്നെയാ. ഉറങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ നടുവിൽ എഴുന്നേറ്റിരും അല്ലാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളത് ഖാശിഈങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആ ഖാശിഈങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുശൂ ഉള്ളിലാണ്. അത് പുറമൂച്ചല്ല, പുറമേനിയല്ല, ആളുകളെ കാണിക്കുന്ന പ്രകടനപരതയല്ല. പ്രിയപ്പെട്ടവരെ, ഉള്ളിന്റെ ഉള്ളിൽ ഖുശൂ ഉണ്ടായ, ഭക്തി ഉണ്ടായ, അല്ലാഹുവിന്റെ പേരിലുള്ള ഭയമുണ്ടായ, രാത്രിയുടെ യാമങ്ങളിൽ പ്രത്യേകിച്ച് 3-ാം യാമത്തില് എഴുന്നേറ്റിരുന്ന് റബ്ബിനോട് സങ്കടങ്ങളെ വിവരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന്, കള്ള്, കഞ്ചാവ്, പലിശ, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നിസ്കാരം തടയുക മാത്രമല്ല, മാനസികമായ വ്യഥകൾ, മാനസികമായ വ്രണങ്ങൾ, ഇതൊക്കെ മാറ്റിത്തരാൻ നിസ്കാരത്തിന് കഴിയും. ഒരു രോഗം ഉണ്ടെന്നിരിക്കട്ടെ, വയറ്റുവേദന വന്നാൽ എന്താ ചെയ്യുന്നത്? വയറുവേദന വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വയറുവേദന വന്നു. എങ്ങനെയാ വയറുവേദന വന്നത്? മദീനത്തുൽ മസ്ജിദുൻ നബവിയുടെ മുന്നിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പെടയുകയാണ്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് അതുവഴി വന്നിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ചോദിക്കുന്നു, അയൂജിഉക ബത്നുക, നിന്റെ വയറ് നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ? അല്ലാഹുവിന്റെ റസൂലേ, നഅം യാ ഹബീബല്ലാഹ്, എനിക്ക് വയറ്റുവേദനയാ നബിയെ. ഇത് ആരുടെ കഥയാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കഥ. അബൂ ഹുറൈറ തങ്ങൾക്ക് വയറ്റുവേദന വന്ന് പുളയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് വയറുവേദനയുണ്ടോ? അതേ നബി, എനിക്ക് വയറുവേദനയാണ്. ഖും, എഴുന്നേക്ക്. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് പറയാ, ഖും, എഴുന്നേൽക്ക്, ഫസ്വല്ലി, നിസ്കരിക്ക്, ഫഇന്ന സ്വലാത്ത ശിഫാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കണ്ട, ഇനി അങ്ങനെ വയറുവേദന വന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങ് നിസ്കരിച്ചാൽ മതി എന്ന് നിരീശ്വരവാദികൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. നിരീശ്വരവാദികളാണല്ലോ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത്. നിരീശ്വരവാദികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാ പിന്നെ എന്തിനാ ആശുപത്രി, മെഡിക്കൽ കോളേജ് എന്തിനാണ്? വേദന വരുമ്പോ, നെഞ്ചു വേദന വരുമ്പോ പിന്നെ ശ്രീചിത്ര എന്തിനാണ്? ഉടനെ 2 റക്അത്ത് അങ്ങ് നിസ്കരിച്ചാ പോരെ? ചോദ്യം പ്രസക്തമാണ്, പക്ഷേ അത് സന്ദർഭത്തിനൊത്തതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആശുപത്രിയിൽ കാണിച്ചിട്ട് മാറുന്നില്ല, മരുന്ന് കഴിക്കണം. അയ്യൂബ് നബിക്ക് രോഗം കൊടുത്തു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, ഉർഖുലു ബിരിജിലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്,
ഉറുഖുൽ ബിരിജ്ലി കാല് കൊണ്ട് അടിക്കി നബിയെ. അയ്യൂബ് നബിയോട് പറയാൻ, നിങ്ങൾ കാല് കൊണ്ട് നിലത്തടിക്കി. നിലത്തടിച്ചപ്പോൾ മണ്ണിൽ നിന്ന് ജലപ്രവാഹം പൊട്ടിപ്പുറപ്പെട്ടു. അള്ളാഹു പറയുന്നു, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, ഇത് കുടിക്കാൻ, ഇത് കുളിക്കാൻ. ഖുർആനാണ്. എന്തേ അള്ളാഹുവിന് അയ്യൂബ് നബിക്ക് നേരിട്ടങ്ങ് രോഗശിവയാക്കി കൊടുത്താ പോരെ? അള്ളാഹ്ക്ക് അതിന് കഴിവില്ലാത്തോണ്ടാണോ? അള്ളാഹുവിന് കഴിവ് കുറഞ്ഞത് കൊണ്ടാണോ? അല്ല. അതിന്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ പറയുന്നത് രോഗം വന്നാൽ ചികിത്സിക്കണമെന്നാണ്. ചില ആളുകളുണ്ട് അവര് രോഗം വന്നാൽ ചികിത്സിക്കൂല. ചില ത്വരീഖത്തുകാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, രോഗം വന്നാൽ നിങ്ങൾ തസ്ബീഹ് ചൊല്ലിയാ മതി. അതൊക്കെ ഖുർആന് വിരുദ്ധമാണ്. വയറ്റുവേദന കൊണ്ട് പിടയുന്ന പാവപ്പെട്ട അബൂ ഹുറൈറ തങ്ങളോട് നീ എഴുന്നേറ്റ് നിസ്കരിക്ക്, ഫഇന്ന സലാത്ത ശിഫാ എന്ന് നബി തങ്ങളെ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണിച്ച് ഇനി കാണിക്കാൻ ഒരു ഡോക്ടർ ഇല്ല. ആ ഡോക്ടർ കൈയൊഴിഞ്ഞ് മരുന്നായ മരുന്ന് മുഴുവനും കഴിച്ച്, അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം കഴിഞ്ഞ് അവസാന വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഇനി തിരിച്ചു കൊണ്ടുവരണ്ട, ഞങ്ങളേലും മരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എഴുന്നേറ്റ് 2 റക്അത്ത് അങ്ങ് നിസ്കരിച്ചാൽ അസുഖം മാറുമെന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. അല്ലാതെ അസുഖം പിടിപെട്ടപ്പോ ഞാൻ ആശുപത്രിയിൽ ഒന്നും വരുന്നില്ല, എനിക്ക് മരുന്നും മെഡിസിനും ഒന്നും വേണ്ട, എനിക്ക് ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്റെ രോഗം മാറും എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. പിന്നെന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു രോഗം വന്നു, ആ രോഗം വരുമ്പോൾ നീ ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് നീ 2 റക്അത്ത് നമസ്കരിക്കുക. എന്നിട്ട് അല്ലാഹുവോട് പറയണം, ഈ 2 റക്അത്ത് നിസ്കാരം ഞാൻ നിർവഹിച്ചത് എന്റെ രോഗം നീ മാറ്റണേ അല്ലാഹ്. നിസ്കാരമാണ് ശിഫ എന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് ഞാനിതാ നീ പറഞ്ഞ പോലെ ഞാൻ ആശുപത്രിയിൽ പോവുകയാ. നീ പറഞ്ഞതുപോലെ, നീ നിന്റെ അയ്യൂബ് നബിയോട് പറഞ്ഞതുപോലെ ചികിത്സിക്കണമല്ലോ. അതുകൊണ്ട് ഞാനിതാ ചികിത്സ തേടുകയാണ്. മരുന്നുകൾക്ക് കഴിവില്ല അല്ലാ, ഡോക്ടർമാർക്ക് കഴിവില്ല അല്ലാ. കഴിവുള്ളത് നിനക്കാണ്. ഷാഫിനിയാണ്, കാഫിനിയാണ്, മുആഫിനിയ. അതുകൊണ്ട് മുഹയ്യും മുമീത്തുമായ അല്ലാ, ഖാലിഖും റാസിഖുമായ അല്ലാ, എന്റെ രോഗ ശിഫയാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി കഴിക്ക്. നിന്റെ രോഗം അല്ലാഹു മാറ്റിത്തരും. അപ്പൊ നമ്മളെ പാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രമല്ല നമ്മുടെ നിസ്കാരം ഉള്ളത്, പിന്നെയോ മാനസിക ശാരീരിക രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിതങ്ങൾക്ക് എന്ത് സങ്കടം വന്നാലും ഏത് വിഷമം വന്നാലും നബിതങ്ങൾ എന്താ ചെയ്യുന്നത്? നമുക്കിപ്പോ ഒരു പ്രയാസം വന്നാൽ നമ്മൾ പിന്നെ പള്ളിയിൽ വരില്ല. എന്താ പള്ളിയിൽ വരാത്തത്? അസുഖമായി പോയി, അതുകൊണ്ട് പള്ളിയിൽ വരുന്നില്ല. കടം വന്നിട്ട് വല്ലാതെ മനസ്സിനകത്ത് വിഷമമാണ്, അതുകൊണ്ട് പള്ളിയിൽ വരുന്നില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, ശാരീരികമാവട്ടെ മാനസികമാവട്ടെ എന്ത് പ്രയാസം നബിതങ്ങൾക്ക് വന്നാലും ചെയ്യുന്നത് എന്താണ്? രണ്ടിനും തെളിവുണ്ട്. മാനസികമായിട്ടുള്ളത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ശാരീരികമായി ദുർബലനാകുമ്പോ അതിന് പരിഹാരം വീട്ടിലെ നിസ്കാരമല്ല, പള്ളിയിലാണ്. വഫാത്താവുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്, വഫാത്താകുന്നതിനും കുറച്ചു മുമ്പ് അവസാന നമസ്കാരം നിർവഹിക്കാൻ നബിതങ്ങൾക്ക് കഴിയുന്നില്ല. ആ സമയത്ത് അതുവരെയും മദീനയുടെ മിമ്പറിൽ നിന്ന് ഇമാമത്ത് നിന്ന ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, സ്വലാത്തിന് കുറവും വരുത്തണ്ട. മദീനയുടെ രാജാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ തൊട്ടുപുറത്തെ ഹുജറത്തു ഷരീഫ ഇന്ന് നിൽക്കുന്ന ആയിഷ ബീവിയുടെ വീടുണ്ടല്ലോ, ആ വീട്ടിലിരുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുമ്പോ അബൂബക്കർ തങ്ങൾ വിറച്ചു ഇമാമത്ത് നിൽക്കുമ്പോൾ, അതിന്റെ പിന്നിൽ സഹാബ നിരന്നു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം എങ്ങനെയാണ് 23 വർഷം തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ച പാഠം, നിസ്കാരത്തെ പറ്റിയിട്ട് 13 വർഷം തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ച പാഠം തന്റെ ഉമ്മത്തുകൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോ തന്റെ സഹാബത്ത് നിസ്കരിക്കുന്നത് നിറകണ്ണുകളോടെ കണ്ടിട്ട് വീട്ടിനകത്തിരിക്കാൻ മനസ്സ് വരുന്നില്ല. 2 പേരുടെ തോളത്ത് തൂങ്ങിയിട്ട് കാലിങ്ങനെ നിലത്ത് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് മദീനത്തു നബവിയിലും മസ്ജിദ് നബവിയിലെ
കയറുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വഫാത്തിന് തൊട്ടു മുമ്പാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? കാന ഇദാ ഹസബഹു അംറുൻ ഫസഅ ഇലസ്സലാ. ഏത് പ്രയാസം വന്നാലും നബി തങ്ങൾ പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം വിളിച്ചിട്ട് പറയുന്നു, അരിഹിന ബിലാൽ, ബിലാലെ ഖൽബ് റാഹത്താക്കിത്ത, അരിഹിന ബിലാൽ, ബിലാലെ അരിഹിന റാഹത്താക്കിത്ത. എന്റെ മനസ്സിന് വേദനയാണ്, എന്റെ മനസ്സ് നീറുകയാണ്, സങ്കടക്കടലാണ് എന്റെ മനസ്സിന്റെ തിരകൾ, മനസ്സിനകത്ത് സങ്കടത്തിന്റെ തിരമാല അടിച്ചു വീശുകയാ. അതുകൊണ്ട് ബിലാലെ അരിഹിന ബിലാൽ, ബിലാലെ എന്റെ ഖൽബിനെ റാഹത്താക്ക് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കണമെന്ന മോഹം വരികയാ, നിസ്കരിക്കണമെന്ന പൂതി വരികയാ. തന്റെ കാല് മുറിക്കപ്പെടുന്ന ഘട്ടം വന്നു. ആരുടേതാ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു. എന്താ പിടിച്ച രോഗമെന്നറിയോ? നമ്മൾ കരുതുന്നു ഇന്നാണ് ഈ അസുഖമുള്ളത്. അൻവർ ഉസ്താദിന്റെ മകൻ അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. ഒരു രോഗം പിടിപെട്ട് മരണപ്പെടുമ്പോ ആ രോഗത്തിന് അല്ലാഹു കൊടുക്കുന്ന വേദന വിവരണാതീതമാണ്. എന്റെ പ്രിയപ്പെട്ട മാതാവിന് ആ രോഗമാണ്. സഹോദരങ്ങളെ, ആ രോഗത്തിന്റെ കാഠിന്യത, പണം പോട്ടെ, പണം വരും പോകും, ഇതാരും കൊണ്ടുവന്നതല്ല. പണമെന്ന് പറയുന്നത് ആവശ്യത്തിന് ചെലവാക്കാനാണ്. നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ചിന്തിക്കുമ്പോ രസം കൂട്ടാനല്ല. നല്ല മീൻ വാങ്ങി കഴിക്കണം, നല്ല വാഹനം എടുക്കണമെന്ന് ആഗ്രഹം വരുമ്പോ സൈക്കിൾ വാങ്ങിയിട്ട് ഇവിടുന്ന് കാസർഗോഡ് വരെ ചവിട്ടി പോകലല്ല. നല്ല വണ്ടി വാങ്ങണം, നല്ല വീട് വെക്കണമെന്ന മോഹം വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ടാർപ്പ് കെട്ടിയിട്ടതിന്റെ അടിയിലെ കിടക്കലല്ല, നല്ല വീട് വെക്കണം. കാരണം എന്താ? ഇതൊക്കെ അനുഭവിക്കാനുള്ള അനുവാദവും അതിനുള്ള അവസരവും അതിനുള്ള അവകാശവും നമുക്കാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പണം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ തന്നെയാണ്, അല്ലാതെ പൂട്ടിവെക്കുന്നതല്ല. കറൻസി എന്ന് പറയുന്ന പേപ്പറിന്റെ വിലയേ ഉള്ളൂ. അത് ചെലവാക്കുമ്പോഴാണ് അതിന്റെ മൂല്യം അറിയുക, അല്ലാതെ പോക്കറ്റ് ഇരിക്കുന്നതൊക്കെ വെറുതെ തന്നെയാണ്. അതെടുത്ത് കടയിൽ കൊടുക്കുമ്പോഴാണ് അതിന് വിലയുണ്ടാവുക. സംശയമുണ്ടോ? നമ്മൾ അതെടുത്ത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടതാ ഒരു കടയിൽ കൊടുക്കുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാവുന്നത്. അല്ലാത്തപ്പോ ഇത് വെറും നോട്ടീസിന്റെ ഈ പേപ്പർ പോലെ. കടയിൽ പോയിതാ 500-ന്റെ ഒരു നോട്ട് എടുത്തതാ, ഇങ്ങനെ നല്ല വെള്ള ഷർട്ടിൽ ഇതാ ഇങ്ങനെ ഉയർത്തി വെച്ചു. കടക്കാരനോട് പറയാ, എനിക്ക് 10 കിലോ ആപ്പിൾ വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇവൻ ആപ്പിൾ കിട്ടുവോ? അവന്റെ കയ്യിൽ പൈസ ഉണ്ട്, ആപ്പിൾ കിട്ടൂല, അവന് ഭക്ഷണം കിട്ടൂല. അതിന് ഇപ്പൊ ഒരു മൂല്യം ഇല്ല. അതിൽ നിന്ന് ഒരു ആപ്പിൾ നിനക്കെടുത്തവൻ തരില്ല. കാരണം നിന്റെ പോക്കറ്റ് ഇരിക്കുന്ന പൈസക്ക് അപ്പൊ മൂല്യം ഇല്ല. നീ അതെടുത്ത് അവന് കൊടുത്തു നോക്ക്, അപ്പോഴവൻ നിനക്ക് സാധനം തരും. നീ കൊടുത്തപ്പോഴാ മൂല്യം വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണം ചെലവഴിക്കാനാണ്, ആവശ്യത്തിന് ചെലവഴിക്കാനാണ്. അസുഖം വന്നു, ചെലവഴിച്ചു, ആള് മരിച്ചു, അല്ല. അൽഹംദുലില്ലാ, നമ്മുടെ പൈസ ചെലവഴിച്ചത് മക്കൾക്ക് ചെലവഴിച്ചാൽ, മാതാപിതാക്കൾക്ക് ചെലവഴിച്ചാൽ, ഭാര്യയ്ക്ക് ചെലവഴിച്ചാൽ അതിന് ഏറ്റവും വലിയ സദഖയുടെ കൂലിയല്ലേ? അത് ചെലവാക്കുന്നത് ആഹാരം വാങ്ങിക്കൊടുക്കുമ്പോ അതിന്റെ കൂലി, മരുന്ന് വാങ്ങിക്കൊടുക്കുമ്പോ അതിന്റെ കൂലി, ഓപ്പറേഷൻ കൊടുക്കുമ്പോ അതിന്റെ കൂലി, കയ്യിരിക്കുന്ന കാശ് ചെലവാക്കുന്നതിനനുസരിച്ച് അള്ളാഹു കൂലി കൊടുക്കുകയാണ്. അപ്പൊ ഈ കൂലി നമുക്ക് കിട്ടി. പിന്നെ ഉള്ളതോ? രോഗി മരിച്ചു പോകുന്നതാണോ? ബഹുമാനപ്പെട്ട അൻവർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ആ മക്കൾക്ക് ശേഷിക്കുന്ന മക്കളെക്കാൾ ഭാഗ്യവാൻ ആ മരണപ്പെട്ട മോനാണ്. എന്താ കാര്യം എന്നറിയോ? ഉസ്താദിന്റെ മക്കൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മുടെ മക്കൾക്ക് അല്ലാഹു ദീർഘായുസ് തരട്ടെ, നമ്മുടെ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ, നമുക്കും തരട്ടെ. പക്ഷേ ബിലാൽ തങ്ങൾ മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഭാര്യ വന്ന് തലയിൽ കൈവച്ചിട്ട് വാ ഹുസ്നാ, ദുഃഖം സഹിക്കാൻ വയ്യ, മരിക്കാൻ പോകുന്ന ഭർത്താവിന്റെ മുമ്പിൽ വന്ന് വിലപിക്കുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് മരണക്കിടക്കയിൽ കിടന്ന് ബിലാൽ തങ്ങൾ പറഞ്ഞു, വാ തർബാ, എന്തൊരു സന്തോഷം എനിക്ക്. ഭാര്യ അത്ഭുതപ്പെട്ടു. മരിക്കാൻ കിടക്കുമ്പോ വേദനിച്ചിട്ട് ഭാര്യ പറയുന്നു സങ്കടം, ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോ പറയുന്നു സന്തോഷം. അതെന്താന്ന് ചോദിച്ചപ്പോ ബിലാൽ തങ്ങൾ പറയാ, അടുത്ത സെക്കൻഡ് ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എനിക്ക് മുസ്തഫായ നബിയെ കാണാമല്ലോ.
എന്തൊരു ഭാഗ്യമാ. എനിക്ക് അടുത്ത നിമിഷം എന്റെ നിബിധങ്ങളെ കണ്ടൂടെ? അൻവർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കളിൽ ആദ്യമായി അഷ്റഫുൽ ഖൽഖിനെ കാണുന്നതാരാ? ഒരു സംശയവും വേണ്ട, പ്രിയപ്പെട്ട മകൻ തന്നെയാണ്. അപ്പോ ഒരാൾ മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നതും സങ്കടമല്ല. പിന്നെന്താ പ്രശ്നം? പൈസ കൊടുക്കുന്ന സദഖയുടെ കൂലി. ആള് മരണപ്പെട്ടു പോയാൽ സുഹൃതം ചെയ്തവനാണെങ്കിൽ അവൻ അഷ്റഫുൽ ഖൽഖിന് അടുത്ത നിമിഷം കാണാം, സഹാബാക്കളെ കാണാം, മഹാരഥന്മാരായ ഒരുപാട് ദീനിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ ധീര കേസരികളെ കാണാം. പിന്നെന്താ ഇവിടുത്തെ പ്രശ്നം? ആ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ, അതിന് ആഖിറത്തിൽ സവാബുണ്ട്. പക്ഷേ ഇവിടെ അത് വേദനിച്ചങ്ങ് തീർക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു വേദനയാണ്. ഇന്ന് ഈ രോഗം ക്യാൻസർ എന്ന പേരിൽ ക്രാബ് കാർന്ന് തിന്നുന്നതെന്നാണ് അതിനർത്ഥം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ അറബിയിൽ പറയുന്നത് ആക്കിലത്ത് എന്നാണ്. ഈ രോഗത്തിന്റെ പേര് ആക്കിലത്ത്, കാർന്ന് തിന്നുന്നത്.